ഹായ് നമസ്കാരം. നമ്മൾ ജസ്റ്റ് വന്നിട്ട് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിന്റെ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഈ ഒരു മൺഡേ ആണ് വാട്സപ്പിൽ എന്താ പറയുക പ്രീമിയം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാനതിൽ ഒരു 5 പേരെയൊക്കെ എടുത്തിട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ചെയ്തത്. പക്ഷെ നമുക്കത് കുഴപ്പമില്ലാത്ത രീതിയിൽ റണ്ണിങ്ങിൽ പോകുന്നു. അതുപോലെ തന്നെ 5 പേരിൽ കൂടുതലായി ഇപ്പോൾ. എന്തായാലും നമുക്ക് മറ്റുള്ളവരെ ചെറിയ രീതിയിൽ നമ്മൾ ചെറിയൊരു ഫീസ് വെച്ചിട്ടാണ് നമ്മൾ പ്രീമിയം ഗ്രൂപ്പിൽ ആഡും കാര്യങ്ങളും ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് മൺഡേ കൊടുത്ത ഒരു സെൽ കോളായിരുന്നു. നമുക്കിവിടെ സെൽ ഇത് SL വെച്ചിട്ട് 4 പിപ്സ് ഒക്കെ SL വെച്ചിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട്സ് ആണ് ഓരോരുത്തർ ചെയ്തതിന്റെ ചെയ്തതിന്റെ ഇതാണ് റിസൾട്ട് ഓരോരുത്തർ ചെയ്തതാണ്. SL ഫസ്റ്റ് ദിവസം കുറെ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് ചെയ്തു. അതിനുശേഷം റീ എൻട്രി എടുക്കാം. നമ്മൾ അതിനുശേഷം ഒരു റീ എൻട്രി കോൾ കൊടുത്തു. അങ്ങനെ അത്യാവശ്യം അത് കുഴപ്പമില്ലാത്ത ഡേ ആയിരുന്നു. അത് അന്ന് അത്യാവശ്യം എല്ലാവരും വർക്കൗട്ട് ആയതുകൊണ്ടാണോ എന്നറിയില്ല, കുറെ പേഷ്യൻസ് വെച്ചൊക്കെ അയച്ചു. ഇനി വർക്കൗട്ട് ആകാതിരിക്കുമ്പോൾ ചിലപ്പോൾ തെറിയായിരിക്കും അയക്കാം. എന്തായാലും ആ ദിവസങ്ങൾ കുഴപ്പമുണ്ടല്ല. മൺഡേ ഒരു 3-4 ട്രേഡ് ഉണ്ടായിരുന്നു, 2-3 ട്രേഡ് ഉണ്ടായിരുന്നു. അത്യാവശ്യം വർക്കിംഗ് ആയിരുന്നു. നെക്സ്റ്റ് ലെവൽസ് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മളിപ്പോ ജോയിൻ ചെയ്തേക്കുന്ന അതില് 3 പേരോ 4 പേരോ എന്തോ ആണ് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നവരുള്ളൂ. ബാക്കി എല്ലാവരും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറുന്ന 2 പേരാന്ന് തോന്നുന്നു. അവര് പേയ്മെന്റ് എടുത്ത് പിന്നെ യാതൊരു റിക്വസ്റ്റ് ഇങ്ങോട്ട് മെസ്സേജുകളോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മളത് പോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഈ ട്രേഡ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബുക്ക് മാപ്പും അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റും വെച്ചിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണ്ടി ട്രാക്ക് ചെയ്യാനുണ്ട്. ട്രാക്ക് ചെയ്താലാണ് കൂടുതൽ കാര്യങ്ങൾ അതിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മൾ ലെവൽസ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. സ്റ്റോപ്പ് ലോസും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ ഓരോരുത്തർ ഇതിപ്പോ ആള് പ്രോഫിറ്റ് എടുത്താണ്. ഫസ്റ്റ് ഡേ എന്തോ ചേർന്നാന്ന് തോന്നുന്നു. സ്ട്രോങ് അങ്ങനെ ഓരോ ഇതും കൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ചൊവ്വാഴ്ച അപ്പൊ ആ ദിവസങ്ങൾ എല്ലാ ദിവസവും പ്രോഫിറ്റ് ആയിരുന്നു. ബുധൻ വ്യാഴാഴ്ച. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് വേണം. അപ്പൊ അപ്പോഴത്തേക്ക് 7 കോൾസ് എന്തോ ഞാൻ കൊടുത്തിരുന്നു ഈ ദിവസങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഒരു SL അടിക്കട്ടെ എന്ന് പറഞ്ഞത്. കാരണം SL അടിച്ചില്ലെങ്കിൽ ഇവരെല്ലാവരും ഓവർ കോൺഫിഡൻസിലേക്ക് പോകും. ഇവർ നമ്മളറിയാണ്ട് വേറെ സ്ഥലത്തൊക്കെ പോയി ട്രേഡ് ചെയ്യും, അവസാനം ലോസിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു സ്റ്റോപ്പ് ലോസ് എങ്കിലും അടിക്കട്ടെ എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്നലെ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ അടിച്ചു. ഇന്നിപ്പോ നമ്മൾ നിലവിൽ ഒരു ബൈയിങ് ഓൾറെഡി കൊടുത്തു. ഇപ്പൊ കൊടുത്തതാണ് ബൈ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിരുന്നു 2374. ഏകദേശം ടാർഗറ്റ് ആയി. അപ്പൊ ആള് വന്ന സമയത്ത് എന്തോ 200 ലോട്ടൊക്കെ ലോസിലോ എന്തോ നിസാര എമൗണ്ടും കൂടിയേ പോകാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു പുതിയ അക്കൗണ്ട് എടുക്കണ്ട, പഴയ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതില് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ഞാൻ എന്താ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പൊ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നിലവിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു സെല്ലിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളാരും 100% ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു സാധനം മാർക്കറ്റിലില്ല. അത് പറഞ്ഞിട്ട് ആരും വരരുത്. ഇത്രയും ദിവസം ഇത് വർക്കൗട്ട് ആയെന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് ഡേ ഇത് വർക്കൗട്ട് ആവുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം ഈ ഗ്രൂപ്പ് പിരിച്ചുവിടും. അപ്പൊ അത്രേ ഗ്യാരണ്ടി എനിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓവറായിട്ട് പോയിട്ട് 100K അക്കൗണ്ട് എടുത്തിട്ടൊന്നും നിങ്ങളുടെ ആരും വരണ്ട. ചെറിയ ഏതെങ്കിലും അക്കൗണ്ട് സൈസോ അല്ലെങ്കിൽ നിങ്ങൾ ലോസിലേക്ക് എടുക്കുന്ന ഏതെങ്കിലും അക്കൗണ്ട് ഒക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാൽ മതി. ഇനിയിപ്പോ നിങ്ങൾക്ക് കുറെ അക്കൗണ്ട് ഒക്കെ എടുത്തിട്ട് ലോസ് ആയേക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി. ഞാൻ അത് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാനുള്ള സംഭവങ്ങൾ ചെയ്തുതരാം. അത് എല്ലാവർക്കും ഇല്ല. കുറെ അക്കൗണ്ട് ഒക്കെ എടുത്ത് ഒരു 10 അക്കൗണ്ട് ഒക്കെ എടുത്തേക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് അവരെ കരകയറ്റാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതുകൊണ്ട് ജോയിൻ ചെയ്യുന്നവർ പരമാവധി നമ്മൾ തന്നെ ലെവൽസ് മാത്രം ചെയ്യാനാണ് ഞാൻ പറയാറ്, വേറെ ഒന്നും കൊണ്ടല്ല. അതായത് ഇപ്പൊ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണത്തിൽ പ്രോഫിറ്റ് കിട്ടും, GBP USD ലോസ് വരും. അപ്പൊ നമ്മുടെ ഇത് വർക്ക് അങ്ങനെ കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നിർദ്ദേശം വച്ചത്. അത് വേറെ ഞാൻ വലിയൊരു സംഭവം ആയതുകൊണ്ട് അല്ലെങ്കിൽ അത് നടക്കും അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും എന്ന് ഉറപ്പുള്ളതുകൊണ്ടൊന്നും ആരും ചിന്തിക്കരുത്. നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്ന അനുസരിച്ച് ഇപ്പൊ 4 പിപ്സ് ആണ് ഞാൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അത് അഗ്രസീവായിട്ട് മാറ്റാനുള്ള ശ്രമത്തിലാണ്. അത് ദിവസങ്ങൾ തന്നെ അതുകൂടി സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ജോയിൻ ചെയ്യാൻ വരുന്നവരോട് പ്രത്യേകം ശ്രദ്ധിക്കും. ആർക്കും ഒരു ഗ്യാരണ്ടി ഒരു വാറണ്ടി നമ്മൾ കൊടുക്കാറില്ല. പോയാൽ പോയി. ഓക്കെ.